അത് ഇന്നത്തെ നമ്മളെ കാഴ്ച പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലപ്പുറത്ത് നിന്ന് നമ്മളൊരു വിദൂര കല്യാണത്തിന് പോവാണ്. അപ്പോൾ നമ്മൾ മലപ്പുറത്ത് നേരെ ബസ് കയറി അങ്ങാടിപ്പുറത്ത് പോയി ബസ് ഇറങ്ങി. ഇനി നമ്മൾ ഇവിടുന്ന് ട്രെയിനിൽ പോകാനുള്ള പരിപാടിയാണ്. റെയിൽവേ സ്റ്റേഷൻ കയറി അവിടുന്ന് ടിക്കറ്റ് എടുത്തു. നേരെ തൃശ്ശൂർക്ക് ടിക്കറ്റ് എടുത്തു. നമ്മളെ കൂടെയുള്ള ടീംസാണ്. അങ്ങനെ ട്രെയിൻ ഏതായാലും വന്നു. ട്രെയിനിൻ്റെ ഡ്രൈവറെ ഒന്ന് കണ്ടു. നമുക്ക് ട്രെയിനിൻ്റെ പാല് ഇവിടെ എത്തണുള്ളൂ. ട്രെയിനിൻ്റെ പാലെത്തി കഴിഞ്ഞു. അതിൽ ഞങ്ങൾ ഏതായാലും കയറി വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. നല്ല എല്ലാവർക്കും ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടി. നല്ല വൈബ് സ്ഥലത്തൊക്കെ തന്നെ ഇരിക്കാനും സീറ്റ് കിട്ടി. ട്രെയിനിലുള്ള യാത്ര പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, നല്ല രസമുള്ള ഒരു കാഴ്ചയാണ്. നമ്മൾ ചെറുക്കന്മാർ പിന്നെ ഫുൾ ജാളിക്കും വേണ്ടിയിട്ട് പല വാതിൽക്കൽ തന്നെ നിന്നു. പുറത്തൊക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളി കാഴ്ച തന്നെ കേട്ടോ കാണാനും കഴിയണത്. അതിൻ്റെ ഇടയിൽ പിന്നെ സ്റ്റേഷനിൽ നിർത്തി അവിടെ ചായ കാപ്പി പറഞ്ഞാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നോക്കിയപ്പോഴാണ് അത് അവിടെ ഒട്ടിച്ചു വീണത് കണ്ടത്. അങ്ങനെ വീണ്ടും ഇതിപ്പോൾ പോകുന്ന പറഞ്ഞപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ കയറി. പിന്നെ ട്രെയിനിൽ നിന്ന് അങ്ങനെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായ കാഴ്ച തന്നെയാണ് കേട്ടോ. ആ കാഴ്ചയും കണ്ട് പെണ്ണടങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് റോഡ് ക്രോസ് ചെയ്ത് വന്ന് പിന്നെ ഒരു ചായ കുടിച്ച് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയാലേ ഏതായാലും പിന്നെ ഇനി ബസ്സിന് കാത്തുക. ഇനി ഇവിടുന്ന് നമുക്ക് നേരെ ചാവക്കാട്ടേക്കാണ് ബസ് പോകേണ്ടത്. അപ്പോൾ ആ ബസ്സിനും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കണം. കുറച്ച് തിരക്കും ഉണ്ട് കേട്ടോ. സമയം ഒരു 7 മണിയൊക്കെ ആകാനായിട്ടുണ്ടാവും. അങ്ങനെ ബസ് കണ്ടക്ടറേയും പരിചയപ്പെട്ടിക്കാണ്ട് മൂപ്പര് തന്നെ ഞാൻ ആക്കി തരാനാണ്ട് അവിടെ സ്റ്റാൻഡിൽ ഇറക്കിയിട്ട് വേറെ ബസ് കുഞ്ഞ് കയറ്റി തന്നു. നമുക്ക് പോകേണ്ട ബസ് തന്നെ അയാൾ കയറ്റി തന്നു നമ്മളെ. അപ്പൊ സമയം ഇവിടെ ഇപ്പൊ ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. രാത്രി 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മള് ആ സ്ഥലത്ത് എത്തിട്ടോ. കല്യാണ വീടിന്റെ അടുത്ത് എത്തി. മലപ്പുറത്ത് നിന്നും നമ്മൾ ഇവിടെ എത്തി. പിന്നെ നേരെ കല്യാണ വീട്ടിൽ പോയി. ചെറിയൊരു കല്യാണമാണ്. നമ്മളെ മൂത്തച്ഛന്റെ വീട്ടിൽ തന്നെയാണ് കല്യാണം. അപ്പൊ അവിടെ ഭക്ഷണം വിളമ്പണ ഒരു ഇതിനൊന്നും തുടങ്ങുന്ന ഗ്യാപ്പിലാണ് നമ്മൾ ചെല്ലണം. കറക്റ്റ് ടൈമാണ്. എന്തായാലും പാളിയിട്ടില്ല. ഏതായാലും യാത്ര കഴിഞ്ഞ് പോകുമ്പോൾ ചെറിയ വിശപ്പും ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ എത്തുകയും ചെയ്തു. പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് പിന്നെ വെള്ളം കുടിച്ചാൽ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇനിയാണ് കടാപ്പുറം കാഴ്ചകളാണ് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് പോകുന്നതാണ്. അപ്പം ഇനി വെള്ളം കുടിക്കുക, ഇനി കടാപ്പുറം പോവാ രാത്രി. ഇനി കടപ്പുറത്ത് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ വെള്ളം കുടിച്ചാണ്ട് കടപ്പുറമൊക്കെ പോയി കണ്ട് വീണ്ടും കെട്ടിട്ട് വന്നിട്ട് പിന്നെ നേരം പൊളുത്തിട്ട് വീണ്ടും പോണ കൊടുക്കുകയാണ് ഈ കടപ്പുറം കാണാൻ തന്നെയാണ്. അപ്പോഴാണ് നമ്മളെ കാക്ക അവിടെ രാത്രി വലട്ടിച്ചീനു. നേരം പൊളുത്തപ്പോൾ എടുക്കണം. അപ്പൊ അങ്ങനെ കാക്കാനെയും പരിചയപ്പെട്ട് കാണ്ട് കാക്ക നല്ല കുട്ടികളെ പിടിച്ചോണം. അപ്പൊ അയാളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നമ്മളെ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര രസമായി. അങ്ങനെ പിന്നെ മോർണിംഗിൽ ഞങ്ങൾ എന്താട്ടെ നമ്മളെ മുത്തച്ഛനാണ് നമുക്ക് ചായ അടിക്കാൻ പോകാനാട്ടെ ഓല് ചായ അടിച്ചോണു. ഓലിഞ്ഞ ചായ അടിപ്പിച്ചാൽ പിന്നെയും കൊണ്ടുപോയി. അങ്ങനെ ഇവിടെ നിന്നാണെങ്കിൽ നല്ലൊരു വൈബ് ഹോട്ടലാട്ടോ. ഇവിടുത്തെ കാഴ്ചകൾ പറഞ്ഞാല് ഭയങ്കര രസമുള്ളൊരു തടുക്കും പീടിയാണെങ്കിൽ നല്ല സെറ്റപ്പിലേ. അങ്ങനെ അവിടുന്ന് എന്താട്ടെ മുട്ടക്കറിയും ഒരു ചായയും പൊറാട്ടയും. അപ്പൊ അങ്ങനെ വയററച്ചുകൊണ്ട് ഇതാണ് ഇപ്പൊ നമ്മളെ ഹോട്ടലിലവിടെ നിൽക്കുമ്പോ തന്നെ പുറത്തുള്ള കാക്കാമാരി ഇവയൊക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കര മനസ്സുകൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഈ യാത്രയിൽ നമുക്ക് ഏറ്റവും കിട്ടുന്നത് ഇതൊക്കെ തന്നെയാണ്, മനസ്സുഖം. അങ്ങനെ ചായ അടിച്ചാണ്ട് വീണ്ടും ഇറങ്ങി എന്താണ് വീണ്ടും ഈ കടലിൽ നിന്ന് വിട്ടുള്ള പരിപാടിയില്ല. കാരണം കടല് വീടിന്റെ അടുത്തായതുകൊണ്ടേ നമുക്കിത് ഭയങ്കര രസമായി. സൂര്യൻ ഇങ്ങനെ ഉദിച്ചിങ്ങനെ വരുന്നുള്ളൂ. ഇത് കടാപ്പുറത്തൊരു വീട്ടിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. അപ്പോഴാണ് നമ്മളൊരു ചെങ്ങായിയാണ് ഇങ്ങനെ തോണിയല്ല വേറെ എന്തോ തോണിയത്. അപ്പൊ നോക്കിയപ്പോ ഇതാണ് ചാക്കില് തെർമോക്കോളൊക്കെ സെറ്റപ്പ് ആക്കി കാണ്ടുള്ള കാഴ്ചയാണ് അത്. വീണ്ടും നമ്മൾ അവിടെ ഇരുന്ന് കാണ്ട് കാഴ്ച കാണും. നല്ല കാറ്റും ഉണ്ടായതുകൊണ്ടേ വെയിലിന്റെ ചൂട് അറിയണില്ലല്ലോ. പിന്നെ നമ്മൾ അവിടുന്ന് വീണ്ടും പോവുകയാണ്. അപ്പൊ എന്നാണ് കല്യാണം ഇപ്പൊ എന്താണ് അപ്പൊ ഒരു 9:30 സമയമൊക്കെ ആയി. അപ്പൊ നമ്മൾ ഈ കല്യാണം വീട്ടിൽ തന്നെ പോവുകയാണ്. അപ്പൊ നമ്മൾ പോകുമ്പോ കാണുന്ന ഓരോ കാഴ്ചയുടെ കടലോര സൈഡിലുള്ള ഓരോ കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ രാത്രി ജനങ്ങൾ ഇരിക്കുന്നുണ്ട്. കാരണം നമ്മൾ 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ദിവസത്തെ കാഴ്ചകൾ നമുക്ക് ഭയങ്കര മനസ്സുകൊക്കെ ഭയങ്കര ഒരു റാഹത്തായിട്ടോ. പിന്നെ നമ്മൾ റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ കാണുന്നത് കടലിന്റെ സൈഡിലുള്ള ഓരോ കാഴ്ചകളാണ് കാണുന്നത്. തകർന്നടിഞ്ഞ വീടുകള് ഇത് കണ്ടോ. ഇവിടെയൊക്കെ ചോദിക്കുമ്പോ ഇവര് പറഞ്ഞത് ഞങ്ങളൊക്കെ ഇത് കുറെ വിട്ടാണ് വീട് കയറ്റിയത്, കടൽ ഇങ്ങോട്ട് വന്നു എന്നാണ് പറയണത്. അതുകൊണ്ട് ഓരോ വീട്ടിൽ ഇതിലൊക്കെ ആൾ താമസം ഉണ്ട് കേട്ടോ. ഇതൊക്കെ ആൾ താമസമുള്ള വീട് തന്നെയാണ്.
ഓരോ വീടുകൾക്കും നല്ല പഴക്കമുണ്ട്. ഇതിലൊന്നും ആൾ താമസമില്ല കേട്ടോ. ഇതൊക്കെ ആൾ താമസമില്ല. അതിലൊക്കെ ഉപകരണങ്ങളെല്ലാം അതിലൊക്കെ കാണും കേട്ടോ. പിന്നെ ഇത് കൂടി ഇങ്ങനെ നോക്കുമ്പോഴേ അതിൽ വീട്ടുപകരണങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്താണ് കടലോര സൈഡിലെ ഓരോ കാഴ്ചകളാണത്. അതിമനോഹരം എന്ന് പറയാനും വയ്യ. ഇത് അതിമനോഹരം നമുക്ക് പറയാം. ഇതിപ്പോ നമ്മുടെ ഒരു ചായപ്പീടിയാണ്. അതിൽ നോക്കിയപ്പോൾ കാട്ടിന്റെ ഉള്ളിലുണ്ട് ഇതേമാതിരി വീട്. ഇതൊക്കെ കടലിന് സൈഡിലുള്ള ഓരോ കാഴ്ചകളാണ് ഉണ്ടാവുക. നമ്മളിങ്ങനെ കടലിന്റെ സൈഡിൽ കൂടി നടന്നു പോകുമ്പോഴുള്ള കാഴ്ചയാണ്. നമ്മളെ കൂടെ ഉള്ള വില്ലന്മാരാണ് അത്. അങ്ങനെ വീണ്ടും നമ്മളെന്തായാലും കല്യാണ വീട്ടിലേക്ക് എത്തി. അപ്പൊക്കെ ഹക്കീമ കട ഉസാറായി കണ്ട് എത്തിക്കണം. അപ്പൊ ഇനി കല്യാണ വീട്ടിൽ നിന്ന് നമുക്ക് ഓഡിറ്റോറിയത്തേക്ക് പോകണം. അതാണ് നമ്മളെ അടുത്ത ലക്ഷ്യം. അപ്പൊ അതിനും വേണ്ടിട്ട് നമ്മളെന്താട്ടെ വീണ്ടും ഒന്ന് ഇങ്ങനെ സമയമാണുള്ളൂ എന്ന് പറഞ്ഞപ്പോ വീണ്ടും ഇറങ്ങി കേട്ടോ. അവിടുന്ന് വണ്ടി വരാൻ സമയമാണുള്ളൂ പറഞ്ഞു. അപ്പൊ വീണ്ടും ഇറങ്ങി ഇവിടേക്ക് കടൽക്ക്. കാരണം അവിടുന്ന് കുറച്ചുള്ളൂ. നമുക്കിത് കടലും കാറ്റും കാണുമ്പോൾ ഭയങ്കര രസമാണ്. അതിന്റെ ഇടയിൽ ഒരു ഞണ്ടടങ്ങനെ നടക്കണ്ടാണ്. പോനെ പോയി കണ്ടെന്നിട്ട് വീഡിയോ എടുത്തു. ആ കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. ഇത് കടലിന്റെ പിന്നെ അതിലാണ് പുതിണ്ട് മാറ്റി വന്നു കേട്ടോ. ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് എത്തി കേട്ടോ. ഇനി ഓഡിറ്റോറിയത്തേക്ക് പോകാൻ വേണ്ടിട്ട് വീണ്ടും വീട്ടിലേക്ക് എത്തി. അപ്പൊ പിന്നെ ഇനി ദുആ കഴിഞ്ഞാണ്ട് നേരെ ഓഡിറ്റോറിയത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഹക്കീം എന്നാ ഞാനാക്കി തരാനാകാണ്ടേ ഹക്കീം വണ്ടിമ കയറ്റിക്കാണ്ട് പിന്നെ പോവാണ്. അങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തിയപ്പോ ഓഡിറ്റോറിയത്തിന്റെ കാഴ്ചയാണത്. കാരണം നമ്മൾ തന്നെയാണ് ആദ്യം എത്തിക്കണത്. എത്തേണ്ടതും നമ്മൾ തന്നെയാണല്ലോ. പിന്നെ നമ്മളെ ഭക്ഷണാൾക്ക് പോയി നോക്കിയപ്പോ കണ്ട കാഴ്ച ഇങ്ങനെയാണ്. കാരണം ആൾക്കാരെ വെയിറ്റ് ചെയ്ത് കാണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇനി ഭക്ഷണം കഴിച്ചാൽ മതി. അതിൽ ഞാൻ മൂത്രപ്പേര തപ്പിയപ്പോഴാണ് ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ടത്. അപ്പൊ ബോർഡ് വേണ്ടത്രയും കാണുന്നില്ല. അപ്പൊ ഞാൻ ഏതാട്ടി ആ ബോർഡ് പുല്ലൊക്കെ മറിച്ച് കണ്ട് ഇനി വരുന്നോൽ കണ്ടോട്ടെ എത്തിയിട്ട് ആ കോലത്തിലാക്കി. അപ്പൊ കട വെൽക്കം വെള്ളം വന്നിക്കണം. അപ്പൊ ഒരു മൂത്രയിച്ചൊക്കെ വന്ന് കാണ്ട് വെൽക്കം വെള്ളം കുടിച്ചു. അത് കുടിച്ചു കഴിഞ്ഞാണ്ട് പിന്നെ എന്താട്ടി പുതിയണ്ണും പോലൊക്കെ ഓഡിറ്റോറിയത്തേക്ക് എത്തിയല്ലോ. നമ്മൾ ഓഡിറ്റോറിയത്തിൽ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നു. പിന്നെ ഭക്ഷണം കഴിക്കാനായി. കയ്യൊക്കെ കഴിക്കാണ്ട് ഭക്ഷണം കഴിക്കാനാണ്ടേ നമ്മളൊക്കെ പിന്നെ ഭക്ഷണം കഴിക്കാനിരുന്നു. കുട്ടികളുണ്ട്. അങ്ങനെ പിന്നെ ഭക്ഷണം കഴിച്ചിറങ്ങി. അപ്പൊ ചെറുക്കൻ്റെ അവിടുന്ന് ആള് വന്നു. ചെറുക്കൻ കുറച്ച് ലോങ് ആട്ടോ. കാരണം അവിടുന്ന് ഒരു 56 കിലോമീറ്ററിന് അപ്പുറത്തുനിന്നാണ്. അപ്പൊ ഓന് വന്നു. ഓരോ ടീംസും വന്നിക്കാണ്ട് പിന്നെ ഓല് സ്റ്റേജുമ്മക്കാണ് പിന്നെ ഓല് കയറണത്. പിന്നെ സ്റ്റേജുമ്മ കയറി നിക്കാതിന്റെ മുന്നേ കഴിഞ്ഞതേനു. അപ്പൊ സ്റ്റേജുമ്മ കയറിക്കാണ്ട് ഇനിയിപ്പോ പിന്നെ ഒരു മാരലിന്റെ ചടങ്ങൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാണ്ട് പിന്നെ സ്വാഭാവികം കുട്ടികൾ വീട്ടിൽ ഇറങ്ങുമ്പോൾ വാപ്പാരോട് പറഞ്ഞുള്ള ഒരു നൊലോളി സ്വാഭാവികമാണ്. നമ്മൾ കാണുന്ന കാഴ്ച തന്നെയാണ്. അപ്പൊ അങ്ങനെ പോലെ ഇനി ചെറുക്കന്റെ വീട്ടിലേക്ക് പെണ്ണ് പോവാണ് കേട്ടോ. ഇതിന്റെ ടെസ്റ്റ് ഇവിടെ അല്ല. പെണ്ണ് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ. അതാണ് ഇതിന്റെ ടെസ്റ്റ്. അങ്ങനെ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ 3 ട്രാവലർ വണ്ടികളൊക്കെ ബുക്ക് ചെയ്ത് ഓല് പോയി. അതിൽ നമ്മൾ പോയില്ല കേട്ടോ. അങ്ങോട്ട് നമ്മൾ പോയിട്ടില്ല. കാരണം നമ്മളെ ലക്ഷ്യം കടലാണ്. അങ്ങനെ നമ്മള് പിന്നെ അവിടുന്ന് നടന്നു പോരുകയാണ്. നമ്മളൊരു ബന്ധുക്കാർ അവിടെ ഉണ്ട്. അപ്പൊ ഓലെ ഇരുത്തേക്ക് അവിടെ ഒന്ന് പോണം. അപ്പൊ നമ്മളെ 2 മൂത്തച്ഛന്മാര് നമ്മളൊരു അളിയനും ഉണ്ട് കൂടെ. ഓലപ്പം വെട്ടിമറിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഓല ഇടക്ക് തിരുമ്പോ ഞാൻ കാണുന്നില്ല. അപ്പൊ ഞാൻ വീഡിയോ എടുക്കല്ലേ. അപ്പൊ ഞാൻ ഒന്നിട്ട് സ്റ്റക്ക് ആവുന്നുണ്ട്. അപ്പോലെ തിരിഞ്ഞു നോക്കണം. നമ്മളാണെങ്കിൽ അങ്ങനത്തെ കാഴ്ചകൾ ഇങ്ങനെ കാണുമ്പോ നമ്മക്ക് ഇത് ഇങ്ങനെ കാണുമ്പോ ഭയങ്കര രസമാകുമ്പോ നമ്മളതൊക്കെ വീഡിയോ എടുത്തുകാണ്ട് ഇങ്ങനെ പോരുന്നല്ലേ ഉള്ളൂ. അപ്പൊ വയ്യോര കാഴ്ചകളാണ് കേട്ടോ. കാരണം ഒരു കല്യാണത്തിന് പോയതാണ്. അപ്പൊ ആ കല്യാണത്തിന് പോയപ്പോ നമ്മൾ അവിടുത്തെ ഒരു വൈബ് കാഴ്ചകൾ ഇങ്ങനെ കാണുമ്പോ രസമായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോ അതിങ്ങനെ ഭയങ്കര രസം. എന്താ പറയാ, കൂടെ നമ്മളെ ഇങ്ങനത്തെ കൂടെ ഉള്ള ആൾക്കാരും പാടാവുമ്പോഴേ നമ്മളെ യാത്ര ഭയങ്കര രസമായി. പിന്നെ തെങ്ങുതോട്ടത്തിൽ കൂടി ആക്കണോ ഇപ്പം പോണു. ആരാണത്? ഹക്കീമും മുത്തച്ഛനും വെച്ച് പോവുകയാണ്. ഓല് നാട്ടിൽ പോവാണ്. ഓല് മലപ്പുറത്ത് പോവാണ്. നമ്മളപ്പോഴും പോകുന്നിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മള് ബന്ധു വീട്ടിലെത്തി. അവിടെ എത്തിക്കാണ്ട് പിന്നെ ഉമ്മനെ വിളിച്ചാണ് ചൂണ്ടലിടാൻ പോകും. അവിടുന്ന് ചൂണ്ടലും വാങ്ങി. അപ്പൊ നമുക്ക് ഇവിടുത്തെ കിണറൊന്ന് കാണാം. 91 കുത്തിയാണെന്നാണ് അതിന് എഴുതി വെച്ചിരിക്കണ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുത്തെ കിണറും കണ്ട്. ഇതിലിവിടെ കുട്ടികള് ചൂണ്ടലിടണൊക്കെ കണ്ടു. പക്ഷെ ഇത് ഭയങ്കര വേസ്റ്റ് വെള്ളമാണ് കേട്ടോ. ഇന്നത്തെ മീനൊന്നും ഒന്നും കട്ടാനില്ല. അങ്ങനെ നമ്മള് വീണ്ടും കടലിലേക്കാണ് നമ്മൾ ലക്ഷ്യം വെക്കണത്. നമ്മളെ കൈക്ക് ചൂണ്ടലാണ് ഉണ്ടാക്കേണ്ടത്. ഇനി നമ്മള് ചൂണ്ടലിടാനാണ് പോണത്. ഇപ്പൊ വൈകിട്ട് സമയം ഒരു 4 മണിയാണ്. നമ്മളെ കൂടെ ഉള്ള ആൾക്കാര് പുതിയാപ്പിളപ്പം പോയിട്ടുമുണ്ട് പുതിണ്ണിന്റെ കൂടെ. നമ്മൾ കുറച്ച് മത്തിയും വാങ്ങിക്കാണ്ടേ ചൂണ്ടലിടാനുള്ള പരിപാടിയാണ്.
അങ്ങനെ പിന്നെ ചൂണ്ടൽ പറഞ്ഞ ഐറ്റംസ് ചൂണ്ടലാട്ടോ, ചൂണ്ടൽ പറഞ്ഞ കാര്യമില്ല. അതിന് നിറച്ച് കൊക്കുകൾ വെച്ചിട്ട് നീളത്തിലാണ് അത് കടലിൽ ചൂണ്ടലിടുക. അങ്ങനെ ചൂണ്ടലിട്ട് കാണ്ട് ഇരയൊക്കെ കോർത്ത് ചൂണ്ടലിട്ട് വെച്ചാണ്ട് ഞാനൊരു ചായ അടിച്ചാനാണ് ഇറങ്ങി. അവിടെ അടുത്ത് തന്നെ കടപ്പുറത്തുള്ള ഒരു ചായക്കടി കയറി നല്ല അര ഗ്ലാസ് ചായയും നല്ല ചൂടുള്ള പഴംപൊരിയും അത് കഴിച്ചു കാണ്ട് നമ്മള് ആ ഹോട്ടലിന്റെ ആദ്യം പറഞ്ഞ കാണ്ട് അവിടുന്ന് ഇറങ്ങി. അവിടുന്ന് ഇറങ്ങാണ് വീണ്ടും നമ്മള് കടലിൽ തന്നെയാണ് കേട്ടോ പിന്നെയും പോണത്. കടലിൽക്കാണ് നമ്മളെ ഇതാണ് നമ്മളെ ചൂണ്ടലാണ്. അതിമൊക്കെ ഇരകൾ കോർത്തതാണ് ഈ കാണുന്ന മത്തികളെ കാണുന്നത്. ഇത്രയും നീളത്തില് ചൂണ്ടലാണ്. ഇനി ഇതാണ് എറിയാണ്. അങ്ങനെ എറിഞ്ഞു. പിന്നെ നമ്മളെ എറുടലും കൊണ്ടും ഇങ്ങനെ കുത്തിറക്കാണ്, മീനും പ്രതീക്ഷിച്ചിരിക്കാണ്. കടലിലല്ലേ, കാഴ്ചകളല്ലേ അതിമനോഹരം. ദുനിയാവത്തെ കാഴ്ച അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നും കണ്ടാലുണ്ടല്ലോ മനസ്സിക്ക് എന്തോ വെച്ചാൽ ഭയങ്കര ഒരു മനസ്സുഖകരം. വീണ്ടും നാട്ടിലേക്ക് എത്തിയാൽ മനസ്സുഖം പോകും, എന്നാലും എന്താണ് ഒരു മനസ്സുഖം. പിന്നെ ലൈറ്റ് ഹൗസ്, ഇരുട്ടായപ്പോ ലൈറ്റ് ഹൗസ് കത്തൽ തുടങ്ങി. അപ്പൊക്കെ നമ്മളൊരു ചൂണ്ടലിട്ടപ്പോ ഇങ്ങനത്തെ ഏട്ടക്കുട്ടികളാണ് അതിമ്മ കുടുങ്ങണത് കേട്ടോ. ഏട്ടക്കുട്ടികളാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ നമ്മളെന്താട്ടി ആ മീനും പിടിച്ച് ഒരു കുപ്പി വെള്ളം വാങ്ങി ഇനി കുറച്ച് ഇവിടുന്ന് നടക്കണം. കാരണം ചൂണ്ടലിടാനൊക്കെ പോന്ന് നമ്മൾ കുറച്ചിങ്ങനെ നടന്നു പോന്നീനു. അങ്ങനെ വീണ്ടും നമ്മള് അവിടെ അടുത്ത് കടപ്പുറത്തേക്ക് എത്തി, കല്യാണ വീടിന്റെ അടുത്ത്. അവിടെ രാത്രി പോയി കണ്ട് അവിടെയും കുറച്ചു നേരം സംസാരിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെന്താട്ടി നമ്മള് വീണ്ടും കല്യാണ വീട്ടിൽ തന്നെ പോയി. ഇന്നിപ്പോ രാത്രിയാണ്, കല്യാണം കഴിഞ്ഞ രാത്രിയാണ് കേട്ടോ. അപ്പൊ അവിടെ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് കാണ്ടേ പിന്നെ അവിടെ രാത്രി നമ്മൾ വീണ്ടും ഭക്ഷണം കഴിച്ചു. കാരണം ഇവിടെ ഒന്നും ഇപ്പൊ ആരും ഇല്ല, ഉള്ളവരൊക്കെ പെണ്ണിന്റെ കൂടെ പോയതാണ്. ഇനി ആ പെണ്ണിന്റെ കൂടെ പോയോല് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ ആ വണ്ടിയിൽ ചെറുക്കനും പെണ്ണും ഉണ്ടാവും, പെണ്ണിന്റെ വീട്ടിൽ തന്നെ വരും. അങ്ങനെ നേരം പൊളുത്തു, ഓല് വന്നു. നേരം പൊളുത്തു, നമ്മള് വീണ്ടും കടലിലേക്ക് ഇറങ്ങി. നമ്മള് സൂര്യൻ ഉദിക്കണ ഒരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീണ്ടും കടല് കണ്ട് കാഴ്ചകൾ അതിമനോഹരമായി കണ്ടു നിൽക്കുന്നതിലാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച നമ്മളെ ചെറുക്കന്മാര് കാട്ടി കൂട്ടുന്നത്. അപ്പൊ നമ്മളെ കാക്കത്താട്ടി കുറച്ച് ഏട്ടക്കുട്ടികളെ പിടിച്ചു പോകണം. നമ്മളെ കാക്ക രാവിലെ വലട്ടച്ച് കാണ്ട് ഇന്നലെ ഇട്ട കാക്ക തന്നെയാണിത്. കാരണം നമ്മൾ രണ്ടാമത്തെ ദിവസമാണിത്. രാവിലെ ചെന്നപ്പോൾ മൂപ്പരെ കണ്ടു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കടലിനോട് ടാറ്റ പറഞ്ഞു പോവാണ്. ഇനി നമ്മള് കടൽ കാഴ്ച കഴിഞ്ഞു, ഇനിയിപ്പോ നമ്മള് കടൽ കാണാൻ പോണില്ല. അങ്ങനെ നമ്മള് വീണ്ടും കല്യാണ വീട്ടിലേക്ക് എത്തി. രാവിലെ പത്തിരി മറിച്ചൊക്കെ തിന്നാനുള്ള പരിപാടിയാണ്. ആകണം ഇപ്പൊ ചെറുക്കാൻ ഇന്ന് കല്യാണ വീട്ടിലാകാരം ഉണ്ടാവും, പെണ്ണിന്റെ വീട്ടിലാണ്. ഇന്ന് ഉച്ചക്ക് ഓല് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഓല അങ്ങോട്ട് കൊണ്ടുപോയാക്കും. പിന്നെ അവിടെ അപ്പൊ അങ്ങനെ ചെറുക്കനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞേക്കാണ്ട് നമ്മൾ ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പൊ 2 ദിവസം നമ്മൾ സ്റ്റേ ചെയ്ത വീടിനോടൊക്കെ ടാറ്റ പറഞ്ഞേക്കാണ്ട് നമ്മൾ ഇവിടുന്ന് തിരിക്കാണ്. അങ്ങനെ നേരെ നമ്മളെന്താട്ടി ആ കടലിക്ക് എത്താൻ നേരത്തുള്ള റോഡിൽ നിന്നൊരു ബസ് കിട്ടി. ആ ബസ്സിന് നേരെ നമ്മളൊരു ബന്ധു വീട്ടിൽ പോവാണ്ട്. അവിടെ ബസ് ഇറങ്ങി വീണ്ടും നടന്നു പോവാണ്. നമ്മൾ ചൂണ്ടൽ കൊടുന്ന വരിക്കാണ് പോണത് കേട്ടോ. നമ്മള് ചൂണ്ടൽ ഈ വീട്ടിൽ നിന്ന് എടുത്തീനത്, ഈ വീട്ടിലേക്കാണ് നമ്മൾ പോണത്. അപ്പൊ അവിടുത്തെ പുറത്തത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. അവിടെ കുട്ടികളെ പന്തലിക്കണോ അല്ല മുറ്റത്തൊക്കെ പിന്നെ മണലാകുമ്പോ കാണുമ്പോ തന്നെ രസമാണ് കേട്ടോ. പിന്നെ അടുത്തൊരു കുളമാണെന്നാണ് ഓല് പറഞ്ഞത്. ഓല് പറഞ്ഞത് നമ്മൾ വിശ്വസിച്ചിട്ട് പോന്നു. അങ്ങനെ ബന്ധു വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞ് വില്ലന്മാരെയും കൂട്ടി നമ്മള് യാത്ര തിരിച്ചു. അങ്ങനെ നമ്മൾ അവിടുന്ന് ബസ് കയറി, ആ ബസ്സും ഇറങ്ങി, അടുത്ത ബസ്സും കയറി. യാത്ര കുറച്ച് പോകാണ്ടേ, പിന്നെ ആ ബസ് സ്റ്റാൻഡിലെത്തി ഇറങ്ങി. വീണ്ടും നമുക്ക് ഇവിടുന്ന് ബസ് കയറാണ്ട്. വീണ്ടും നമ്മള് പെരിന്തമണ്ണക്കാണ് പിന്നെ ഇനി നമ്മള് അടുത്ത ബസ് കയറണം. ഇത് നമുക്കൊരു 1.5 മണിക്കൂർ യാത്ര പെരിന്തമണ്ണക്കുണ്ട്. അങ്ങനെ പിന്നെ നമ്മള് പെരിന്തമണ്ണ എത്തി കേട്ടോ. പെരിന്തമണ്ണ എത്തി പിന്നെ നമ്മള് മഞ്ചേരിസാണ് കയറി. അങ്ങനെ മഞ്ചേരിസൊക്കെ കയറി നമ്മളെ നാട്ടില് നമ്മളെ സ്വന്തം കരിമ്പൻ ജ്യൂസും നമ്മളെ ഡ്രൈവിംഗ് സ്കൂളൊക്കെ ഉള്ള സ്പോട്ടിലെത്തി.
കുട്ടികൾക്ക് ഓരോ വെള്ളമൊക്കെ വാങ്ങി കൊടുത്താണ്ട് അങ്ങനെ വീട്ടിൽ എത്തി പോന്നു കിടന്നു. 2:20 വീട്ടിലേക്ക് എത്തി. അപ്പോൾ അടുത്തൊരു കാഴ്ചയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.